വൈസ് പറയുകയാണെങ്കിൽ ഇതിനെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി ആയിട്ട് നമ്മൾ ഈ പ്ലാനിങ് ചെയ്ത സമയത്ത് ആദ്യമേ നോക്കിയ കാര്യം എൻട്രൻസ് കയറി വരുന്നത് ഒരു ക്രൂക്കഡ് എൻട്രി ആണ്, ലൈക്ക് ഒരു ഇത്തിരി നാരോ എൻട്രി ആണ്. ഓക്കെ, ആ നാരോ എൻട്രി കയറി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ വണ്ടി വന്ന് നിന്ന് തിരിഞ്ഞു പോകാനുള്ള സ്ഥലം കണക്ക് കൂട്ടിയിട്ടാണ് ലൈക്ക് നമ്മൾ ആ ഇനിഷ്യൽ ഒരു വലിയൊരു കോർട്ട്യാർഡ് ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വീടിൻ്റെ എക്സ്പ്രഷനിൽ ഇവർ ഉള്ളിലുണ്ട് എന്ന് അത്ര എക്സ്പ്രസ് ചെയ്യണ്ട. ഒരു ചെറിയൊരു പാസയിലേക്ക് കയറിയിട്ട് നമ്മൾ വരുന്നത് ഈ ഹാളിലേക്കാണ്. അപ്പോൾ ഈ ഹാളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുക, ഫുഡ് കഴിക്കുക, TV കാണുക എന്നുള്ള പോലത്തെ ഒരു ഫംഗ്ഷനാണ്, വർത്താനൊക്കെ പറയാം. അതിനുവേണ്ടി പറ്റുന്നൊരു സ്പേസ്, റൂമെന്നൊന്നും പറയാനില്ല. ബേസിക്കലി ഈ ഒരു റൂം അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് ഒരു ഗാർഡനിലേക്ക് ഔട്ട്ലുക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു ഗാർഡനിൽ വന്നിരിക്കുന്ന പോലത്തെ ഒരു സ്പേസ് ആണ്. പിന്നെ അവിടെ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഔട്ട്ഡോർ ഏരിയ ഉണ്ട് പുറത്ത്. അത് ഞാൻ ശ്രദ്ധിച്ചൊരു ഒരു ചെറിയ പ്ലാറ്റ്ഫോം, അതിന് മേലെ ഒരു കസേര, കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതും ഒരു നമുക്ക് അങ്ങനെ കണ്ടുപരിചയമില്ലാത്തൊരു സ്പേസ് ആണ്. അതും പ്രോപ്പർലി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു സ്പേസ് ആണ്. അതും ഇതിനോട് കണക്ട് ആയിരിക്കുന്ന പുറത്തോട്ട് ഇറങ്ങിയിരിക്കുക. ഇവിടുന്ന് ബേസിക്കലി കിച്ചണിൽ നിന്നുള്ള കണക്കിൽ അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വെയിലത്ത് ചെറുതായിട്ട് ഉണക്കാൻ വെക്കുന്ന പാത്രം ഉണക്കാൻ വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ ഉണക്കാൻ വെക്കുക എന്നുള്ള ഡ്രൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ വെക്കുക എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പേസ് ആണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ ഗ്ലാസ് ആണ്. ഗ്ലാസസ് നമ്മൾ മോസ്റ്റ്ലി ഇപ്പോൾ ഹൗസസിലെല്ലാം കാണാറുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ഒരു കേർട്ടൻ വെക്കും, നമ്മുടെ പ്രൈവസി അവിടെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, കേർട്ടൻസ് ഇടും. പക്ഷെ ഇവിടെ എല്ലാം ബ്ലൈൻഡ്സ് ഒന്നും ഇല്ല, എല്ലാം ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾക്ക് പുറത്തുനിന്ന് ഒരാൾ കാണുന്നുള്ള ഒരു ഫിസിക്കൽ ഒബ്സ്ട്രക്ഷൻ കാണുന്നത് ഫസാഡ്സ് വെച്ചിട്ട് നമ്മൾ ഗ്രീൻ കർട്ടൺ പോലെ വെച്ചിട്ടാണ്, അത് ഗാർഡൻ വെച്ചിട്ടാണ് നമ്മളത് വിഷ്വൽ ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും ഗ്ലാസ് ഒരു ഈക്വലിയോ ബെറ്റർ ഓപ്ഷൻ ആണോ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ മെന്റലി താമസിക്കുന്ന ആൾക്കാർ ഡിസ്കംഫർട്ട് ആണെങ്കിൽ ആ സ്പേസ് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ഈ ഒരു വെന്റിലേഷൻ ഞാൻ യൂഷ്വലി വീടുകളിലൊന്നും നമ്മൾ കണ്ട് പരിചയമില്ലാത്തൊരു മോഡലാണിത്. ഇത് എലോങ് ദ വിൻഡ് ഡയറക്ഷൻ ആണ് ഈ റൂം ഇരിക്കുന്നത്. ഒറ്റ റൂം അല്ലേ ഉള്ളൂ, ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഫ്രീ ഫ്ലോ ഓഫ് എയർ കൃത്യമായിട്ടുണ്ട്. ചെറിയ ഓപ്പണിങ്സ് വിൻഡ് വരുന്ന ഡയറക്ഷനിലും നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വിൻഡ് ഫ്ലോ ചെയ്ത് നേരെ ഈ ചൂട് എയർ പുറത്തേക്ക് പോകാനുള്ള പ്രൊവിഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് വളരെ ഒരു തണുപ്പൊക്കെ പുറത്തുള്ള സമയത്ത് ആ തണുപ്പിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും ചൂടുള്ള സമയത്ത് ഉള്ളിലെ ചൂട് പുറത്തേക്ക് പോകാനും ലൈറ്റിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അപ്പൊ ഇതിന്റെ ഓരോ ഓപ്പണിങ്സും അങ്ങനെ ഡിസൈൻഡ് ആണ്. ഇതിന്റെ ഓരോ ഓപ്പണിങ്സ് നോക്കി കഴിഞ്ഞാൽ എന്താണോ ഓപ്പണിങ്ങിന്റെ പർപ്പസ് അതിനനുസരിച്ചാണ് ഡിസൈൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.